യോഹന്നാന്റെ 14 അധ്യായം 18 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 വാക്യം, 16 അധ്യായം 7 വാക്യവും നമുക്ക് ദൈവസന്നിധി വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വേഗം വരും. 16 അധ്യായം 7 വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് തന്ന വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ നന്ദി പറയുന്നു. ഞങ്ങൾ നൽകി തന്ന തിരുവചസ്സിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരും ഒരു നിമിഷം നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് നൽകി തന്ന വചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കാൻ, ഞങ്ങൾക്ക് ഇന്ന് ചിന്തിക്കുവാൻ അനുവദിച്ചു തന്ന വചനത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ പകരുകയാണ്, ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഒരു നല്ല നിലത്ത് വീഴുന്ന വിത്തിന് സമാനമായി ഈ വചനം എന്റെ ജീവിതത്തിൽ പരിവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പ്രാർത്ഥിക്കണം. ഈ വചനം നല്ല നിലത്ത് വിത്ത് വീണതുപോലെ എന്റെ ജീവിതത്തിൽ വീഴേണ്ടതിന് ഞാൻ എന്റെ ഹൃദയങ്ങളെ ഒരുക്കും. 30, 60, 100 മേനിയായി കൊയ്യുന്ന ഒരനുഭവം വരും നാളുകളിൽ എന്റെ ജീവിതത്തിൽ ഈ തിരുവെഴുത്തിലൂടെ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഒരു നാൾ അനാഥരായി വിടത്തില്ല. ഇപ്പോൾ ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. ആ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ച് പ്രാർത്ഥിച്ച്, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ആ തിരുവെഴുത്തിനെ സ്വീകരിക്കും. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ കാതലായ വെളിപ്പാടിനെ ഞങ്ങൾക്ക് തരണം. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അതിന്റെ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവണം. പരിശുദ്ധാത്മാവ് എന്ത് ഇതിന്റെ അകത്ത് വെളിപ്പെടുത്താൻ ഇച്ഛിക്കുന്നു, എന്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, അത് അതേ നിലപാടിൽ സംഭവിക്കട്ടെ. അവിടുത്തെ തീരുമാനങ്ങളുടെ സാക്ഷാത്കാരം ഇതിന്റെ അകത്തിന്ന് പകൽ വെളിപ്പെട്ടു വരണം. ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി തലപൊക്കിയിരിക്കുന്ന സകലത്തിനെയും പരിശുദ്ധാത്മാവേ അതിന്റെ പത്തികളെ താഴ്ത്തണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ, ആത്മാവിലൂടെ, കൃപാവര ശുശ്രൂഷകളിലൂടെ, സ്വർഗീയ അരുളപ്പാടിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ചാരത്തും ദൂരത്തുമുള്ള എല്ലാവരെയും ആത്മസാന്നിധ്യത്തിൽ നിറയ്ക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. കരവും ശബ്ദവും ഉയർത്തി മഹത്വം ദൈവത്തിന് അർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു.
ഈ മീറ്റിംഗിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം അരുളുന്നു. ഈ ആരാധനയുടെ പ്രാരംഭ സെക്ഷൻ പരിശുദ്ധാത്മാവ് തനിക്ക് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് തന്റെ മകൻ ശുശ്രൂഷകളെ നയിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അനുവദിച്ചു തന്ന ഈ നല്ല നിമിഷങ്ങൾ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ആന്റി ആദ്യമായിട്ടാണോ വരുന്നത്? ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? വേറെന്തോ? ഓക്കെ, മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നൽകി തന്ന ദൈവ തിരുവെഴുത്തിനെ നമുക്ക് അല്പനിമിഷം ധ്യാനിക്കാം, നമുക്ക് ചിന്തിക്കാം, നമുക്കത് പഠിക്കാം, അതിൽ നിന്ന് നമുക്ക് പ്രാപിക്കാം. നമുക്ക് വളരെ സുപരിതമായ ഒരു പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. വളരെ ഈടുറ്റ സ്വർഗീയമാകുന്ന വെളിപ്പാടുകളെ പകർന്ന സുവിശേഷ പുസ്തകങ്ങളിൽ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ യേശുവിന്റെ ദൈവീകത്വം വെളിപ്പെടുത്തുക, അത് സഭയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഇതായിരുന്നു തന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ തന്റെ എഴുത്തുകളിലും താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന സകല കാര്യങ്ങളിലും തന്റെ ഹൃദയത്തിന്റെ അകത്ത് ആത്മാവ് എപ്പോഴും തന്നോട് നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് യേശു ദൈവമാണെന്ന് പറയുന്നു. യേശു ദൈവമാണെന്ന് തെളിയിക്കും. യേശുവിന്റെ ദൈവീകത്വത്തിന്റെ പ്രത്യക്ഷതയെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പുസ്തകത്തിന്റെ പ്രാധാന്യങ്ങളിലേക്ക് കടന്ന് ഞാൻ സമയത്തെ പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വായിച്ചത് ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അത് വിശ്വസിക്കുന്നവർ ഒരാമേൻ പറഞ്ഞു. അടുത്ത വാക്യം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ചേർന്നൊരാമേൻ. സത്യത്തിൽ ആ വാക്യം തമ്മിൽ പഠിക്കുമ്പോൾ ഒരു ചേർച്ചകളുണ്ടല്ലേ? ഇല്ലേ? ഒരു ചേർച്ചകേട് ഇല്ലേ? ഈ പുള്ളി എന്നതാ പറഞ്ഞൊപ്പിക്കാൻ പോകുന്നത്? എന്തൊന്നും ചിന്തിക്കണ്ട. സ്തോത്രം. ഒരു ചേർച്ചകേടുണ്ട്. കാരണം അതിന്റെ പ്രാരംഭ വാക്യം എഴുതിയത് ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. അടുത്ത വാക്യം എന്താ? ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളുടെ അടുക്കൽ. അപ്പൊ ഈ വരും എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? വരും എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? വരും എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എവിടെയെങ്കിലും പോകണ്ടേ? പോകേണ്ടത് കൊണ്ടല്ലേ, അല്ലെ പോകുന്നത് കൊണ്ടല്ലേ വരും എന്ന് പറഞ്ഞത്. പക്ഷെ അതിന്റെ മുകളിൽ എന്താ എഴുതിയേ? ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ആദ്യം പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എവിടെയോ പോകുന്നുണ്ട്. അപ്പൊ ചോദ്യം, പോകുന്ന സമയത്ത് അനാഥരാവില്ലേ? അതിന്റെ ഉത്തരമാണ് 16:7 വായിച്ചത്. ഞാൻ പോയിട്ട് വരുന്ന സമയത്തിന്റെ ആ തലങ്ങളിൽ
ആ ഇടവേളകളിൽ ഞാൻ പറഞ്ഞ ദൂതിന് മാറ്റമില്ല, ഞാൻ പറഞ്ഞ വാഗ്ദത്തത്തിന് മാറ്റമില്ല, ഞാൻ നിങ്ങളെ അനാഥനായി വിടത്തില്ല എന്ന് പറഞ്ഞത്, ഞാൻ വരുന്നതുവരെ എന്റെ സ്ഥാനത്തൊരുവനെ നിങ്ങൾക്ക് തരും. രാമൻ പറഞ്ഞേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്ത ദൂതിന് മാറ്റമില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല എന്ന് പറഞ്ഞതിന് മാറ്റമില്ല. പക്ഷേ എന്റെ സാന്നിധ്യം പ്രത്യക്ഷമായി നിങ്ങളുടെ മുൻപിൽ കൂടെ ഇല്ലെങ്കിലും ഞാൻ പോയിട്ട് വരുന്ന നാളിന്റെ ഇടവേളകളിൽ നിങ്ങളെ അനാഥരായി വിടാതെ നിങ്ങളോട് കൂടെ നടക്കാൻ ഒരുവനെ ഞാൻ ആക്കി വെക്കും. അതുകൊണ്ടാണ് ഞാൻ ആ 2 വാക്യങ്ങൾ വായിപ്പിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ അവതരണ ശുശ്രൂഷകൾക്കെല്ലാം ശേഷമായി താൻ അടുത്ത തന്നെ ദൈവം എന്താണോ ഈ ഭൂമിയിലേക്ക് അയച്ചത് അതിന്റെ കാര്യനിർവഹണ സമയം അടുക്കുന്നതിന്റെ തൊട്ടുപുറകിൽ ഹല്ലേലൂയ ശിഷ്യന്മാരുമോട് മൊത്തം മാളിക മുറിയിൽ കർത്താവായ ക്രിസ്തു സംസാരിച്ച ഭാഗമാണ് 14, 15, 16 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. കാരണം ചില മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഹല്ലേലൂയ തന്നെ പിതാവ് എന്തിനാണോ ഈ ഭൂമിയിലേക്ക് അയച്ചത് അതിന്റെ പദ്ധതികളിലേക്ക് താൻ പ്രവേശിക്കാൻ പോവുകയാണ്. സ്തോത്രം. ശിഷ്യന്മാരെ വിട്ട് ഹല്ലേലൂയ തന്നെ വിശ്വസിച്ചു വന്ന സമൂഹത്തെ വിട്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് താൻ പ്രവേശിക്കാൻ പോകുന്നതിന്റെ തൊട്ടു പുറകിലുള്ള മണിക്കൂറുകളിൽ താൻ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നു, ഹല്ലേലൂയ തുടർന്നുള്ള മണിക്കൂറുകൾ ഞാൻ നിങ്ങളെ വിട്ട് പിരിയും. തുടർന്നുള്ള മണിക്കൂറുകൾ ഞാൻ നിങ്ങളെ വിട്ട് പിരിയും. ഇപ്പോൾ സംസാരിക്കുന്നത് പോലെയുള്ള ഒരു സ്വാതന്ത്ര്യം അടുത്ത ചില മണിക്കൂറുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായെന്ന് വരത്തില്ല. എന്നെ അയച്ചതിന്റെ കൃത്യ നിർവഹണത്തിനു വേണ്ടി ഹല്ലേലൂയ ഞാൻ കാലെടുത്തു വെക്കുന്ന സമയങ്ങൾ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന ആത്മീയ സന്ദേശങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഉത്തേജനങ്ങൾ, അവർക്ക് വേണ്ടുന്ന ഉറപ്പുകൾ, സത്യങ്ങൾ, അല്ലെ അങ്ങനല്ലേ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. കണ്ടോ, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു എന്ന് പറഞ്ഞ 2ാമത്തെ വാക്യം കർത്താവ് തുടങ്ങുന്നത് ഹല്ലേലൂയ ചില സത്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്ന മണിക്കൂറുകൾ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അവരോട് ഹല്ലേലൂയ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നു. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറും. പക്ഷെ നിങ്ങൾ ഭാരപ്പെടരുത്. ഞാൻ ഹല്ലേലൂയ മരിച്ചോ അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ഞാൻ സ്വർഗാരോഹണം ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകും. ഇവിടെ ഒന്നും നിങ്ങൾ ഭാരപ്പെടരുത്. അല്ലെങ്കിൽ കാരണം ഒരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. 16 അധ്യായം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. രാമൻ പറഞ്ഞേ, കണ്ടോ, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിലേക്ക്, പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിലേക്ക് താൻ പ്രവേശിക്കുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാമോ? വെറും ഒരു കടങ്കഥകളല്ല.
മറ്റുള്ളവരുടെ കുറ്റവും നുണയും കുശുമ്പും ഏഷണിയൊന്നും അല്ല. എന്താ നിങ്ങളുടെ സ്വോത്രമൊക്കെ പോയാൽ, നിങ്ങളുടെ ആ മുഖത്തെ ആ പ്രസന്നതയൊക്കെ പോയാൽ, എന്നിട്ട് എന്നെ കുത്തി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന മട്ടിലാണല്ലോ സ്വോത്രം. കുത്തു കിട്ടുന്നുണ്ട്, എന്റെ കുഴപ്പമല്ല, ഞാൻ വചനമാവും. അവരുടെ സംസാരത്തിൽ അനാവശ്യമായ ഒരു സംസാരം സംസാരിച്ചതായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നമ്മളൊക്കെ എങ്ങനെ വന്നിരുന്നാൽ ആ നാട്ടിലെ കഥ മൊത്തം ചെയ്യും. നിങ്ങൾ പറയാത്തവരായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഇല്ല. ആ നാട്ടിലെ കഥകൾ മൊത്തം വരുന്ന വിശ്വാസികളുടെ കുറ്റം പറയുന്ന വേറെ വിശ്വാസികൾ ഉണ്ട്. പ്രൈസലോട് കൊടുക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ ഇവരെ പോലെ സ്നേഹമുള്ള വേറെ ഇല്ല. ആ പുള്ളി വരുന്നതിന് മുമ്പ് ആ പുള്ളിയുടെ കുറ്റം മൊത്തം എന്ത് ചെയ്യായിരിക്കും. അതിനെന്താ പറയുന്നത്? തന്റെ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറക്കരുത്. യേശുക്രിസ്തുവും ശിഷ്യന്മാരുമുള്ള സംസാരങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു പഠിച്ച്, അവിടെ ഒന്നും അനാവശ്യമായ ഒരു സംസാരം ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വീണിട്ടില്ല. പിന്നെയോ എന്താ സംസാരിച്ചെന്നറിയാമോ? വരാനിരിക്കുന്ന വാഗ്ദത്തങ്ങൾ. എത്ര പേർക്ക് അത് മനസ്സിലായി? വരുവാനിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ ചുരുളിനെയാണ് ക്രിസ്തു അവരുമായിട്ടുള്ള സംസാരത്തിൽ അഴിച്ചുവിട്ടത്. കൃപ. സ്തോത്രം. നമ്മുടെ സംസാരത്തിൽ വാഗ്ദത്തങ്ങളെ കുറിച്ച് സംസാരിക്കണം. ദൈവം അറിയിച്ച അരുളപ്പാടുകളെ കുറിച്ച് സംസാരിക്കണം. ദൈവം ഇടപെട്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം. എന്നിട്ട് സ്വയം പറയണം, ഇത് നടക്കും, ഇത് സംഭവിക്കും, ഞാനത് വിശ്വസിക്കുന്നു. കാരണം എന്റെ ദൈവം സത്യമേ പറയൂ. അവരുടെ സംസാരത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും വെളിപ്പെടുവാനിരിക്കുന്ന വാഗ്ദത്തങ്ങളും അവരെ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യങ്ങളുമാണ് ക്രിസ്തു അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, എനിക്ക് പകരം ഒരുവൻ ഇവിടെ വരും, ഒരുവനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ചേർന്ന് രാമൻ പറഞ്ഞു. ആ ഉറപ്പും വെളിപ്പാടും വാഗ്ദത്തവും ഉണ്ടെന്ന് ക്രിസ്തുവിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി ഒരു നാളും വിടത്തില്ല. എന്റെ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ ഞാൻ ഒരു വാഗ്ദത്തത്തെ നിങ്ങളിലേക്ക് കൈമാറുന്നൊരു സമയമുണ്ട്. അത് പ്രാപിച്ചവരാമേ പറയണം. ഹല്ലേലൂയ. പരിശുദ്ധയാത്മാവിനെ ഗ്രീക്ക് വേർഡ് പറയുന്നത് പാരാക്ലിറ്റോസ് എന്നാണ്. അതിന്റെ ഗ്രീക്ക് വേർഡ് പരിശുദ്ധാത്മാവിന്റെ. അതൊരിക്കൽ ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പാരാക്ലിറ്റോസിനെ 4 വിധത്തിലാണ് വേർതിരിച്ച് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഒരു കൃത്യം അല്ലെങ്കിൽ ഒരു ശിക്ഷയ്ക്ക്
അർഹനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടി കോടതിയിൽ വന്ന് വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റിന് തുല്യമായി പാരാക്ലീറ്റോസിനെ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തും. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ദൈവികമാകുന്ന ശിക്ഷയ്ക്ക് അർഹരായിരുന്നു. നമ്മുടെ ഇരിപ്പ് കണ്ട നമ്മൾ പുണ്യാളന്മാരാണെന്ന് തോന്നിയാലും നമ്മൾ ആരും പുണ്യാളന്മാര് അല്ല. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒന്ന് പഠിച്ചേ, എന്നൊക്കെ ആര് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും എനിക്ക് സംശയമുണ്ട്. ഞാൻ അങ്ങോട്ടിപ്പോ പോകുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ശിക്ഷയ്ക്ക് എല്ലാവിധത്തിലും അർഹരായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് വേണ്ടി പല ശിക്ഷകളും വെളിപ്പെടേണ്ട സമയങ്ങളിൽ അല്ലെ നമുക്ക് വേണ്ടി വാദിച്ചൊരു ദൈവാത്മാവുണ്ടെന്ന് ഇന്നു പകൽ മറക്കരുത്. നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നിന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ വ്യക്തമായി പറയുന്നു, ക്രിസ്തു നമുക്ക് മധ്യസ്ഥനാണ്. അതേപോലെ പരിശുദ്ധയാത്മാവും നമുക്ക് മധ്യസ്ഥനാണ്. സ്തോത്രം. നമുക്ക് വേണ്ടി മധ്യസ്ഥത നിന്ന് വാദിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ വാക്തത്വം എന്റെയും നിന്റെയും അകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് പല വാളും നിന്റെ മേൽ തൊടാതെ പോയത്. ആക്കരുത്, മറക്കരുത്. പല ന്യായവിധിയുടെ വാളുകളും നമ്മുടെ ലക്ഷ്യം വെച്ച് പുറപ്പെടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഹൃദയത്തിൽ ആലോചന കഴിച്ചപ്പോൾ നമുക്ക് വേണ്ടി വാദിച്ചൊരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. നീ അറിയുന്നില്ലെങ്കിൽ ഇന്ന് മകൾ ഞാൻ ഈ വചനമെടുക്കുമ്പോൾ അത് ബോധ്യപ്പെടുത്തിച്ചിരുന്നു. എനിക്കും നിനക്കും വേണ്ടി വാദിക്കുന്ന പരിശുദ്ധയാത്മാവുണ്ട്. ശിക്ഷയ്ക്ക് അർഹമായ എന്റെയും നിന്റെയും ജീവിതത്തിൽ ശിക്ഷ നമ്മുടെ അത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചൂടെ? ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതും ചെയ്തതും ഓർത്താൽ അതിന്റെ അകത്ത് നമ്മൾ ശിക്ഷയ്ക്ക് അർഹരാണ്. രണ്ട് സ്വോത്രം പറഞ്ഞാൽ അത് മാറത്തില്ല. രണ്ട് അന്യഭാഷ പറഞ്ഞാൽ അത് മാറത്തില്ല. അല്ലെങ്കിൽ മാസത്തിൽ 4-5 ആഴ്ച പള്ളിയിൽ പോയത് കൊണ്ട് മാത്രം അത് മാറത്തില്ല. നീ ചെയ്ത തെറ്റ് ദൈവമുണ്ടാകെ നീ ഏറ്റുപറഞ്ഞ് ക്രമപ്പെടുന്നത് വരെ ആ തെറ്റിന്റെ ശിക്ഷയ്ക്ക് നീ അർഹനാണ്. പക്ഷെ പലതും ദൈവത്തിന്റെ വാള് പലതും ഇറങ്ങി തൊടാഞ്ഞതിന്റെ കാര്യം നിന്റെ കഴിവല്ല, നിന്റെ മെടുക്കല്ല. ദൈവം നിന്നെ ഭയപ്പെടുന്നു എന്നൊരു ചിന്തയും വേണ്ട. നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി കിടപ്പുണ്ടെന്ന് മറക്കരുത്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിന്റെ വലുപ്പം മനസ്സിലായവർ ഇന്ന് പകൽ മാനസാന്തരപ്പെടും. പരിശുദ്ധാത്മാവിന് കൂടുതൽ പണി കൊടുക്കാതെ ഞാനും നീയും ഒന്നും മാനസാന്തരപ്പെടും. രണ്ട് പറയുന്നത് വേണ്ടുന്ന സമയങ്ങളിൽ വേണ്ടുന്ന ഉപദേശങ്ങളെ തരുന്നതാണ് ദൈവാത്മാവ്. പാരാക്ലീറ്റോസിന്റെ രണ്ടാമത്തെ
ഒരു കാര്യമാണ്, വേണ്ടുന്ന സമയങ്ങളിൽ വേണ്ടുന്ന ഉപദേശങ്ങളെ, മെസ്സേജുകളെ തന്ന് നമ്മളെ ഒരുക്കുന്നതാണ് പരിശുദ്ധം. ആസിയിൽ വചനം പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ച് ഹൃദയം കൊണ്ട് തീരുമാനിച്ച് പൗലോസ് മക്കദോനിയയിലേക്ക് തിരിയാൻ കാര്യം ഒരു മെസ്സേജ് പരിശുദ്ധാത്മാവ് കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ കൃത്യമായി ഉപദേശിക്കുകയും നമ്മളെ കൃത്യമായി നമുക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ മെസ്സേജ് തന്ന് നമ്മളെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ലഭിക്കപ്പെടുന്ന ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ ലഭിക്കപ്പെടുന്ന ശുശ്രൂഷകൾ, വചനങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്ന മെസ്സേജുകളാണ്. അതിനെ ആ നിലയിൽ വേണം സ്വീകരിക്കാൻ. അടുത്ത പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ, നമ്മുടെ അപകട വേളകളിൽ നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഒരു ഹെൽപ്പറാണ് പരിശുദ്ധാത്മാവ്. പല സാഹചര്യത്തിലും തകർന്നു പോകേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ നടുവിൽ കാലിടറാതെ, പ്രാരംഭ സെക്ഷൻ തന്റെ മകൻ ഹല്ലേലൂയ ആരാധന ശുശ്രൂഷ താൻ ചെയ്തപ്പോൾ താൻ പറഞ്ഞു, ഹല്ലേലൂയ, പല പ്രിയപ്പെട്ടവരും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് തന്ന ഈ അവസരത്തിനെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം എന്നൊരു പദം അദ്ദേഹം ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, പല വിധത്തിലുള്ള അപകടങ്ങൾ, പല വിധത്തിലുള്ള മരണകരമായ സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, സംഭവിക്കേണ്ട ഹല്ലേലൂയ നിമിഷങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ടും അതിന്റെ നടുവിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തത്, നമ്മളെ സംരക്ഷിച്ചത്, നമ്മളെ സഹായിച്ചത് നമ്മുടെ കഴിവല്ല, പരിശുദ്ധാത്മാവ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിക്കുന്ന കടയാറ് ഒരു ലോറിയിൽ ഒരു ചെറുക്കൻ വന്ന് ബൈക്ക് ഇടിച്ച്, ആ ബൈക്ക് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. അവന്റെ കാല് മുഴുവൻ ഒടിഞ്ഞ് മുട്ടിന് താഴോട്ട്, അവന്റെ തലയ്ക്ക് ഫ്രാക്ചറുണ്ട്. സ്തോത്രം. അവനിപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പോകുന്ന വഴികളിൽ അപകടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ഇറങ്ങുന്ന സ്റ്റെപ്പ് എടുത്തു വെക്കുന്ന കാല് കൃത്യ അല്ലെങ്കിൽ കാലിന്റെ കൊട തെറ്റും, വേണമെങ്കിൽ പൊട്ടൽ വരാം, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അപകടമുണ്ടാകാൻ വലിയ ഒരു സാഹചര്യം ഒന്നും വേണ്ട. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ മാധ്യമങ്ങളിലൂടെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു കട മുഴുവൻ ഗ്യാസ് പൊട്ടിത്തെറിച്ച്. നമ്മളെല്ലാരും ഗ്യാസ് ഉപയോഗിക്കുന്നവരല്ലേ? ഹല്ലേലൂയ. ഒരു നിമിഷം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു നിമിഷം നമ്മൾ മറന്നു പോയാൽ വരുത്തി വെക്കുന്ന അപകടത്തിന്റെ വലിപ്പം മറക്കരുത്. എന്നാൽ കൃത്യസമയത്ത് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന്, അല്ലെങ്കിൽ വേണ്ടുന്ന ഇടങ്ങളിൽ നമ്മളെ സഹായിച്ച്, വേണ്ടുന്ന ഇടങ്ങളിൽ നമ്മളെ സംരക്ഷിച്ച്, ഒരു പോര് പോലും ഏൽക്കാതെ നമ്മളെ നടത്തുന്നത് ദൈവാത്മാവാണെന്ന് മറക്കരുത്. നന്ദി പറയാ മനസ്സുള്ളവർ നന്ദി പറയാം. പാരാക്ലൈറ്റ്സിനെ 4 വിധത്തിൽ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ കാര്യസ്ഥൻ യേശു പറഞ്ഞ വാഗ്ദത്തം, ഞാൻ നിങ്ങളെ അനാഥരായി ഒരു നാളും വിടത്തില്ലെന്ന് യേശു പറഞ്ഞ വാഗ്ദത്തവും, ആ ഞാൻ പോകുന്ന ഇടവേളകളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവൻ ഒരു കാര്യസ്ഥനാണ്. ഞാൻ പോയെങ്കിലേ അവന് വരുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അടുത്ത ഷിഫ്റ്റിംഗ് ആണ്, അത് ഏറ്റെടുക്കുന്നത് ഒരുവൻ അവിടെ ഉണ്ട്. ഞാൻ പോയെങ്കിൽ മാത്രമേ
അടുത്ത ഹല്ലേലൂയ വീട്ടിലെ ചുറ്റവൻ ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ നമുക്ക് വാഗ്ദത്തമായി അതിന് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാളിൽ ഇറങ്ങിയ ആത്മാവ് ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മേൽ ഇറങ്ങി വന്നത് കേവലം ഒരു ശക്തിയല്ല. സ്തോത്രം ആണോ? അല്ല, നമ്മുടെ മേൽ ഇറങ്ങി വന്നത് കേവലം ഒരു ശക്തിയല്ല. സ്തോത്രം. നമ്മുടെ മേൽ ഇറങ്ങി വന്നത് കേവലം ഒരു ശക്തി. അതിനിറക്കണം നമ്മളെ. ഹല്ലേലൂയ, സ്തോത്രം. കേവലം ഒരു ശക്തിയല്ല. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയായിട്ട് മാത്രം ചിത്രീകരിക്കരുത്. അല്ലെങ്കിൽ വിജയകരമായ ഒരു ജീവിതം നയിക്കാനും കൂടിയിട്ടാണ് ദൈവാത്മാവിനെ നമ്മുടെ മേൽ അയച്ചത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ഒരു ശക്തിയായിട്ട് മാത്രം നിങ്ങൾ കാണരുത്. ഈ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പം ചിലരുടെ ചിന്താഗതി ബഹളം ഉണ്ടാക്കുക. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ചിലരുടെ ചിന്താഗതി ഭയങ്കര ബഹളം വെക്കുക. ഒന്നാമത്തെ കാര്യം തന്നെ പെന്തക്കോസുകാരെന്ന് കേൾക്കുമ്പോഴേ ശല്യക്കാരെന്നാണ് എല്ലാരും പറയുന്നത്. ഇവർക്ക് ചെറുക പ്രാർത്ഥിച്ചൂടെ? അവർക്ക് പതുക്കെ പ്രാർത്ഥിച്ചൂടെ? സ്തോത്രം അല്ലേ? പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ശക്തി മാത്രമാണെന്ന് ചിന്തിക്കരുത്. വിജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം നയിച്ച് നിത്യത എത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എത്തിക്കുന്നത്. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് പലർക്കും മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇല്ലാത്തതിന്റെ കാര്യം സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം, ഹല്ലേലൂയ, ഞാൻ അതിലേക്കാ വരുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. അതിന് പറയാനുള്ള കാര്യം, നിങ്ങളുടെ മേൽ ഞാൻ ഒരുവനെ അയക്കും. ഒരുവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ വാഗ്ദത്തം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് സംഭവിച്ചത്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ അവരൊരുമിച്ച് ഒരിടത്ത് കൂടിയിരുന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്ന് പതിഞ്ഞു. അവരന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചു. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. അന്നിറങ്ങിയ സ്വർഗത്തിലെ ആത്മാവ് ഇന്നും ഇവിടെ നിന്ന് മാറിപ്പോയിട്ടില്ല. ഒരാമേൻ പറഞ്ഞു. അത് അകത്ത് അനുഭവിക്കുന്നവർ മാത്രം ഒന്ന് സ്തോത്രം ചെയ്തേ. ആ ആത്മാവിനെ അകത്ത് അനുഭവിക്കുന്നവർ മാത്രം ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് സർവശക്തനാകുന്ന കർത്താവ് ആക്കി വച്ചതിന്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ചിലര് എന്നോട് പറയാറുള്ളത്, പാസ്റ്ററെ, എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, എനിക്ക് അന്യഭാഷ അടയാളമായി കർത്താവ് ദൈവത്തോട് സംസാരിക്കണം എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷേ
പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലുള്ള ഗുണമെന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാലുള്ള അനുഗ്രഹം, ഇതൊന്നും ആരും ചോദിക്കാറില്ല. ഇതൊന്നും, ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ കാലത്ത് ആൾക്കാര് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. പള്ളി വരുന്നുണ്ടെന്ന് ചോദിക്കുമ്പോ സെമിത്തേരി ഉണ്ടോ? നിങ്ങൾ വിട്ടതില്ല. നിങ്ങൾ ചോദിക്കാത്തവരായതുകൊണ്ട് നിങ്ങൾ വിട്ടതില്ല. പള്ളി വരാൻ പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്താ? സെമിത്തേരി ഉണ്ടോ? കണ്ടാ കുറ്റം പറയാത്ത ഹോള്, കണ്ടാ കുറ്റം പറയാത്ത ഹോള് ഉണ്ടോ? ചിലർ ചോദിക്കുന്നത് AC ആണോ? എന്താ? നിങ്ങൾ ചോദിച്ച് കാണത്തില്ല, ചോദിച്ച വിശ്വാസികളുണ്ട്. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ? ആദ്യം ചോദിക്കേണ്ടത്, ഞാൻ പള്ളിയിൽ എന്തിനാ വരണ്ടേ? ഞാൻ പള്ളിയിൽ വന്നാലുള്ള എന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? സ്തോത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്താ ചോദിക്കുന്നത്? സെമിത്തേരി ഉണ്ടോ? നല്ല ഹോൾ ഉണ്ടോ? ഇരിക്കുന്ന പാസ്റ്റർ സെന്റർ ആണോ? ഇതൊക്കെ. ഹലോ, നിങ്ങളാരും ഇവിടെ ഇല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ദൈവാസം പറഞ്ഞ പോലെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഉപദേശമോ പ്രസംഗിച്ച് പെട്ടെന്ന് സൈലന്റ് ആയി. ആരും ഒരു സ്വത്രം പോലും പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുക, എല്ലാവരും എടുക്കപ്പെട്ടു? എല്ലാരും എടുക്കപ്പെട്ടു സ്തോത്രം എന്ന് പറഞ്ഞ പോലെ ശ്രദ്ധിച്ചു കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. നമ്മുടെ അകത്ത് ഭരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരു നാളും അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞ ക്രിസ്തു, നമ്മളെ ഉത്തരവാദിത്വത്തോടെ പരമേൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധയാത്മാവ് നമ്മുടെ അകത്ത് ദൈവം പകർന്ന് തന്നതിന്റെ പുറകിലുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന് പഠിക്കണം. അത് മനസ്സിലായി കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ അതിനെ പ്രാപിക്കാൻ അവർക്ക് കൊതിതോന്നും. സ്തോത്രം. എല്ലാം കൂടെ പ്രസംഗിക്കാൻ നേരമില്ല, 12 മണിയായി ഇപ്പൊ തന്നെ. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, ഞാൻ എന്റെ വിഷയം ആരംഭിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, യേശു വാഗ്ദത്തം ചെയ്ത ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അനുഗ്രഹങ്ങൾ എന്താണ്? 3 കാര്യങ്ങളെ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. വേഗത്തിൽ നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങളിലാണ് ഒന്നാമത്തെ ദൂത് കിടക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 26-ഉം 27-ഉം ഒന്ന് വായിച്ചാൽ. റോമർ 8, 26, 27 വായിച്ചോ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വൈകി വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? പക്ഷപാതം മതി. അപ്പൊ ഒന്നാമത്തെ കാര്യം, പരിശുദ്ധയാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രാർത്ഥനയെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വലിയൊരു പങ്ക് ദൈവാത്മാവ് വഹിക്കുന്നു. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് പരിശുദ്ധയാത്മാവ്. സ്തോത്രം. പ്രാർത്ഥിക്കാത്തവർ ഉണ്ടോ? പ്രാർത്ഥിക്കാത്തവരുണ്ടോ? കാണും. പ്രാർത്ഥിക്കാത്തവർ കാണും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈ ഉയർത്തി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയും ചെയ്യും. പക്ഷെങ്കിൽ നമ്മുടെ പല പ്രാർത്ഥനകളെയും
ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വലിയൊരു പങ്ക് പരിശുദ്ധാത്മാവ് വഹിക്കുന്നുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ സന്തോഷിക്കണം, പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ ആനന്ദിക്കണം. എന്റെ പല പ്രാർത്ഥനകളും അല്ലെങ്കിൽ തടയപ്പെട്ടു പോകത്തില്ല, അത് എത്തേണ്ടടുത്തത് എത്തും. പരിശുദ്ധാത്മാവ് എത്തി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അവിടെ വായിച്ചല്ലോ, ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ വായിച്ച മോനെ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അപ്പം പരിശുദ്ധാത്മാവ് തന്നെ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആര് തുണ നിൽക്കുന്നു? ദൈവാത്മാവ് തുണ നിൽക്കുന്നു. നമ്മുടെ ബലഹീനതയ്ക്ക് ദൈവാത്മാവ് തുണ നിൽക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നു. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവാത്മാവ് തന്നെ പറയുക, നേരാവണ്ണം പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് വലിയ പ്രാർത്ഥനാകാരിയാണെന്നുള്ള വല്ല ഹല്ലേലൂയ അകംഭാവം ഉണ്ടെങ്കിൽ കളഞ്ഞേക്ക്. പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ നിനക്ക് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയുന്നത്, സ്തോത്രം. ചിലരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ ഇവര് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രാർത്ഥിക്കും. അതിന്റെ കാര്യം എന്താ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അതിന്റെ കാര്യം എന്താ? ഞാൻ എന്തോ പറഞ്ഞു? പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ച് എവിടെ പോയി? കർത്താവേ, പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജില്ലയെ ദൈവം അനുഗ്രഹിക്കണമേ. കാസർഗോഡ് ഒത്തിരി ഇടങ്ങളിൽ സുവിശേഷം എത്താനുണ്ട്, അവിടെ എല്ലാം സുവിശേഷം എത്തിക്കണം. ഞാനത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുമല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ പ്രാർത്ഥിക്കേണ്ടത് പോലെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ, പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഈ പ്രാർത്ഥിക്കേണ്ടത് പോലെ പലർക്കും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പിന്നെ വലിയ പ്രാർത്ഥനക്കാരാണെന്ന് കരുതി നമ്മളിങ്ങനെ ഇരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ പോലൊരു പ്രാർത്ഥനക്കാരി വേറെ ഇല്ല, എന്നെ പോലെ പ്രാർത്ഥനക്കാരൻ വേറെ ഇല്ല. നിങ്ങൾ പിണങ്ങണ്ട, പിണങ്ങിയാൽ സാരേ. ഈ ചിലരുണ്ട്, അല്ല ഞാൻ കണ്ടിട്ടുണ്ട്, ഇവര് ഈ പേഴ്സണലി ഇരുന്ന് എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. വ്യക്തിപരമായി ഇവര് ദൈവത്തോട് സമയം ചെലവിടുന്നത് കൂടി വന്ന 15 മിനിറ്റ് ആയിരിക്കും. പക്ഷെ 4 പേരെ കാണുമ്പോൾ ഇവർ അരമണിക്കൂർ. നിങ്ങളുള്ള ദൂതാണെങ്കിൽ ക്രമീകരിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവര് ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് ചെയ്യത്തില്ല, മണിക്കൂറുകൾ പ്രാർത്ഥിക്കത്തില്ല. കാരണം ആരും കാണുന്നില്ലല്ലോ. ദൈവം തന്നെ കാണുന്നുണ്ടോ എന്ന് അവർക്ക് സംശയം. സ്തോത്രം, ആരും കാണുന്നില്ല. പക്ഷെ ഒരു 10 പേര് കൂടി ഇരുന്ന അരമണിക്കൂർ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. സ്തോത്രം. ഏലിയാവിന്റെ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏലിയാവ് മണിക്കൂറുകൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. അതിന്റെ പബ്ലിക് വരുമ്പോൾ 2 വാക്കേ പറയത്തുള്ളൂ. 2 വാക്കേ പറയത്തുള്ളൂ. യഹോവയായ ദൈവമേ, ഇത് നീ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു എന്നും ഞാൻ നിന്റെ ദാസനെന്നും വെളിപ്പെട്ടു വരണം. ഈ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് മണിക്കൂർ ചെലവിടുന്നവർക്ക് പൊതുവിൽ പ്രാർത്ഥിക്കുന്ന ഉടനെ അവർ ഒരുപാട് വാരി വലിച്ചൊന്നും പ്രാർത്ഥിക്കത്തില്ല. അവർക്കറിയാം, ഞാൻ ദൈവസന്നിധിയിൽ അല്ല ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ട് പൊതുവിൽ ഞാൻ 2 വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ദൈവം ആ പ്രാർത്ഥനയിൽ ഇറങ്ങി വരും. സ്തോത്രം. ഈ പൊതുവിൽ വാരി വലിച്ച് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വിചാരിച്ചോണം ഇവൻ ഒറ്റയ്ക്ക് ഇരുന്നൊരു പ്രാർത്ഥന ഇവനില്ല. ഹല്ലേലൂയ. പാസ്റ്റർ എന്നെ ഉദ്ദേശിച്ചാണോ ഈ പറയുന്നത്? ചിന്ത. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടെ. അപ്പോ നമ്മൾ വലിയ പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞൊന്നും ഇരിക്കണ്ട. പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പക്ഷേ
നിങ്ങളുടെ ഞരക്കങ്ങളിൽ പോലും, കേട്ടോ, നിങ്ങളുടെ ഞരക്കങ്ങളിൽ പോലും പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നു. ഒരാമേൻ എത്ര പേര് പറയും? ഞാൻ എപ്പോഴും ഈ പുതിയ വിശ്വാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജിന്ന് ഷാരോളിലോട്ട് വന്നതും ഷാരോളിന്ന് ചർച്ചകളിലോട്ട് വന്നതാൽ അതല്ല പറയുന്നത്. സ്വതന്ത്രം ദൈവത്തെ അറിയാത്ത അല്ല ജാതികളിലായ പുതിയ വിശ്വാസികൾ ഹല്ലേലൂയ സ്തോത്രം അവര് വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവര് ചോദിക്കുന്ന ചോദ്യം, മാസേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഒന്ന് പറഞ്ഞു തരണം. നമ്മളപ്പം ഹല്ലേലൂയ അത് ജസ്റ്റ് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. ഈ രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത് തന്നെ കാണാതെ പഠിച്ച് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? കാരണം എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ അല്ല. ചിലപ്പോ പ്രാർത്ഥിക്കാൻ പറയുന്ന വിഷയങ്ങളും പലതും ആയിരിക്കും. അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണമേ, ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം. അപ്പൊ അവർക്ക് നമ്മൾ പറയാം. അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ആ സ്തോത്രം. ഇനി നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഹല്ലേലൂയ സ്തോത്രം. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. സ്തോത്രം. ഒരു സഹോദരി ഹല്ലേലൂയ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സാക്ഷ്യം പറയാൻ അറിയത്തില്ല, പാസ്റ്റർ ഒന്ന് പറഞ്ഞു തരണം. ഞാൻ സഹോദരിക്ക് സാക്ഷ്യം പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രമല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് തന്റെ മകൾക്ക് ആ ബലഹീനതയിൽ, ആ അറിവില്ലായ്മയിൽ തുണ നിന്നപ്പോൾ അദ്ദേഹം നന്നായിട്ട് സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് തന്റെ മകളെ സഹായിച്ചപ്പോൾ അദ്ദേഹം നന്നായി പ്രാർത്ഥിച്ചു. ഒരാമൻ പറഞ്ഞേ അല്ലെ? കുശുമ്പില്ലാത്തവരാമൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ശ്രദ്ധിച്ച് കേട്ടെ പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, പക്ഷെങ്കിൽ നിങ്ങളുടെ ഞരക്കങ്ങളിൽ പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. അപ്പോ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. ഒരാമൻ ചേർന്ന് പറഞ്ഞേ. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. വായിച്ച വാക്യത്തിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. നമ്മുടെ പല വിഷയങ്ങളും അതിൻ്റെതാകുന്ന ഗൗരവത്തോടെ പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയത്തില്ല. പലപ്പോഴും നമുക്ക് കഴിയാറില്ല. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും അല്ലെങ്കിൽ ഏത് നിലയിൽ അതിനെ അവതരിപ്പിക്കണമെന്ന് നമുക്ക് അറിയാറില്ല. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു ഓർഡർ ഉണ്ട്. അല്ലാതെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു ഓർഡർ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ അവതരിപ്പിക്കണം, എങ്ങനെ എത്തിക്കണം എന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. ഇനിയും പരിശുദ്ധാത്മാവ് പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ശ്രദ്ധിച്ചു കേട്ടോണേ. പലപ്പോഴും നമുക്ക് പല വിഷയങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങുമ്പോൾ ആ വിഷയത്തോടനുബന്ധിച്ചുള്ള മനോഭാരം, മനോവേദന, മാനസിക സമ്മർദ്ദം, മാനസിക പ്രയാസം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കയറിയിട്ട് നമുക്ക് പറയാൻ വാക്ക് കിട്ടത്തില്ല. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ വായിച്ച വാക്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പൊ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. ചില വിഷയങ്ങൾ, ഗൗരവമായ ചില വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മാനസിക സമ്മർദ്ദങ്ങൾ വന്ന്, മാനസിക ബുദ്ധിമുട്ടുകൾ വന്ന്, ദുഃഖം ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി കല്ലെടുത്തു വെച്ചിരിക്കുന്ന ഭാരം പോലെ ഹൃദയത്തിന്റെ അകത്ത് വേദനകൾ കൊണ്ടിട്ട് പലപ്പോഴും പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ തടയപ്പെടും. ആ വാക്കുകൾ ലഭിക്കപ്പെടാതെ വരും. സ്തോത്രം. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ചില ദുഃഖങ്ങളും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കയറി വരുന്ന ചില ദുഃഖങ്ങൾ, എല്ലാമല്ല, ചില ദുഃഖങ്ങൾ, വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ചില ദുഃഖങ്ങൾ, ചില ഭാരങ്ങൾ, ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, ആ വിഷയത്തോടനുബന്ധിച്ച് ഭാരത്തോടെ പ്രാർത്ഥിക്കാമല്ലോ എന്ന് ചിന്തിക്കരുത്. ചിലത് പിശാച് മുതലെടുക്കുന്നതാണ്. അത് തിരിച്ചറിയണം.
ഇന്ന് പകലത്ത് ദൂതിനെന്ന് തിരിച്ചറിയണം. ഇന്ന് പകലത്ത് വെളിപ്പാടുന്നത് തിരിച്ചറിയണം. നീ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ചില ദുഃഖങ്ങൾ, ചില ഭാരങ്ങൾ, ചില മാനസിക സമ്മർദ്ദങ്ങൾ, ചില മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നീ പറയേണ്ട, പ്രാർത്ഥിക്കേണ്ട വാക്കുകളെ തടയുന്നവരെയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തിരിച്ചറിയണം. അങ്ങനെയുള്ള ചില മേഖലകളെ ജയിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതാ പൗലോസ് പറയുന്നത്, അങ്ങനെയുള്ള ചില മേഖലകളെ ബലഹീനതയും ഗുണവയ്ക്കുന്നു. പലപ്പോഴും നമ്മുടെ മാനസിക മണ്ഡലങ്ങളെയാണ് പിശാച് എടുക്കുന്നത്. സ്തോത്രം. നമ്മുടെ പല സാഹചര്യങ്ങളെയാണ് പിശാച് എടുക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ശരിയാണോ ഞാൻ പറഞ്ഞത്? യേശുവിന്റെ നാമത്തിൽ ചില മാനസിക സമ്മർദ്ദങ്ങൾ പിശാച് മുതലെടുക്കാറുണ്ട്. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി ഗുണനിൽക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഒന്നെങ്കിലും നീ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില മാനസിക സമ്മർദ്ദങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടിട്ട് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ നിന്നെ മാനസികമായി തളർത്തി കളയുമ്പോൾ പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ ഹൃദയത്തിൽ കിടപ്പുണ്ടെങ്കിലും അത് അവരത്തിലേക്ക് വരപ്പാത്ത വിധത്തിൽ അതിനെ തടയുന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ നിനക്ക് വേണ്ടി തുടർന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലത് തിരിച്ചറിയണം. ഞാൻ പ്രാർത്ഥിക്കുന്നവരോടാ പറയുന്നത്, ഇന്ന് പകൽ തിരിച്ചറിയണം. പ്രാർത്ഥിക്കാത്തവരോടല്ല ഞാൻ പറയുന്നേ, പ്രാർത്ഥനാ ജീവിതമുള്ളവരോടാണ് ഇത് പറയുന്നത്. എന്റെ ദൈവാത്മാവ് കാണിക്കുന്നു, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്റെ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്ത് മാനസിക സമ്മർദ്ദങ്ങളിട്ട് നിന്റെ വാക്കുകളെ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ പിശാചാകുന്നവൻ കൊണ്ടുവരുന്ന മാനസിക ബുദ്ധിമുട്ടുകളിലെ അതിന്റെ നടുവിൽ നിന്റെ പ്രാർത്ഥന ഒരു പേരും കൂടാതെ എത്തിക്കാൻ നിന്നോട് കൂടെ ദൈവം. ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് പകൽ നിനക്ക് വെളിപ്പെടണം. ചിലരുടെ പ്രാർത്ഥനകളെ ചെയ്യുന്ന ദൈവം അഴിച്ചു. ചില പ്രാർത്ഥന മാനസിക സമ്മർദ്ദങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അടിയനെ. നിനക്ക് പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? പഴയതുപോലെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നിനക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടോ? പഴയതുപോലെ ഒരു പ്രാർത്ഥന അന്തരീക്ഷം നിനക്കുണ്ടോ? ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ പൈശാചിക ചൂഷണത്തിന്റെ അകത്ത് കിടക്കുക. ഈ പൈശാചിക ചൂഷണത്തിന്റെ അകത്ത് കിടക്കുക. എന്നാൽ ഇന്ന് മക ദൈവാത്മാ പറയുക, നിന്റെ ബലഹീനതയിൽ ഞാൻ തുണനിൽക്കാം. നിന്റെ ബലഹീനതയിൽ ഞാൻ തുണനിൽക്കാം. നിനക്കറിയാത്ത കാര്യങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിന്നെ പ്രചരിപ്പിക്കണം. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രാർത്ഥനാ ജീവിതങ്ങളെ യേശുവിന്റെ നാമത്തിൽ
അനുഭവിക്കുന്നവരവിടെ ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥനാ സമയം പോകുന്നത് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എത്രയും വേഗം എഴുന്നേറ്റാ മതി എന്നുള്ള മനോഭാവം എന്നോട് ആത്മാ പറഞ്ഞ ചിലരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ചൂഷണം ചെയ്യുന്ന പൈശാചിക മണ്ഡലം കിടപ്പുണ്ട്. സ്വയം പുറത്തു വരാൻ കഴിയത്തില്ല. പക്ഷെ പുറത്തു വരുത്താൻ കഴിവുള്ള ഒരാത്മാവ് ഇതിന്റെ ചലിക്കുന്നുണ്ട്. സമർപ്പിച്ചു നീ കൊതിച്ച, നീ ആഗ്രഹിച്ച ആ പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരുന്നത് ഇന്ന് കേട്ടോ. ഇതിനകത്തുനിന്ന് സ്തോത്രം, 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 സ്തോത്രം. ചിലരൊക്കെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ കണ്ടിട്ടില്ലേ, അവര് മൗനമായിട്ടായിരിക്കും ഇരിക്കുന്നു, ഒന്നും പറയത്തില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യായിരിക്കും? പ്രാർത്ഥിക്കുകയായിരിക്കും. ഈ ഉള്ളി പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആരും കേൾക്കുന്നില്ല. പക്ഷെ നീ ഉള്ളി പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എത്തിക്കുന്നത് ദൈവാത്മാവാണ്. അത് പരിശുദ്ധാത്മാവ് കേൾക്കുന്നുണ്ട്. അകത്തെ മനുഷ്യൻ കേൾക്കുന്നുണ്ട്, പുറമേയുള്ള മനുഷ്യന് കേൾക്കുന്നില്ല. പക്ഷെ അകത്തെ മനുഷ്യനത് കേൾക്കുന്നുണ്ട്. അകത്തെ മനുഷ്യനത് കേൾക്കുന്നുണ്ട്. ഞരക്കം, ഞരക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇസ്രായേൽ ജനം ഞരങ്ങി, ദൈവം അത് കേട്ടു, അല്ലേ? ഞരക്കം എപ്പോഴാ വരുന്നേ? ആദ്യം എന്താ വരുന്നേ? വിഷമം വരും. പിന്നെന്ത് വരും? നിങ്ങൾ മനുഷ്യരല്ലേ? ആദ്യം വിഷമം വരും, പിന്നെന്താ വരും? വിഷമം വന്നു കഴിയുമ്പോ എന്താ വരും? പറയണം. കരച്ചില് വരും, കരയും. ചിലര് നിലവിളിക്കും, വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച്. ചിലരെന്ത് ചെയ്യും? ഇസ്രായേൽ ജനം നിലവിളിച്ചെന്ന് എഴുതിയിരിക്കുന്നു. ചിലർ നിലവിളിക്കും, ചില കരയും. ഈ കരഞ്ഞാലും നിലവിളിച്ചാലും കൊള്ളാം, ഇത് കുറെ കഴിയുമ്പത്തേന് ആ വ്യക്തി തളരും. പിന്നെ കരയാൻ കണ്ണുനീരും കാണത്തില്ല, കരയാനുള്ള ബലവും കാണത്തില്ല. പിന്നെ കേൾക്കുന്ന സാധനമാണ് ഞരക്കം. പിന്നെ കേൾക്കുന്ന ഞരക്കം എന്ന് വെച്ചാൽ കരഞ്ഞും നിലവിളിച്ചും ദുഃഖിച്ചും ഭാരപ്പെട്ട് ഏറ്റ അവസാനം തളർന്നും ഹല്ലേലൂയ ക്ഷീണി തളർന്ന് വീണ് കിടക്കുമ്പോൾ കേൾക്കുന്ന ആകെയുള്ള ശബ്ദമാണ് ഞരക്കം. കണ്ടോ? ആ ഞരക്കം പോലും ദൈവസന്നിധിയിൽ എത്തിക്കുന്ന ഒരാത്മാവിനെ കുറിച്ചാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ ഞരക്കങ്ങൾ പോലും, നമ്മൾ ചിന്തിക്കുന്നത് പോലും, നമ്മൾ നനയ്ക്കുന്നത് പോലും സ്വർഗത്തിൽ എത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മാവ്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. അപ്പൊ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കാം, ഇല്ലേ? ചോദിക്കുന്ന കേൾക്കത്തില്ലേ? ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഹല്ലേലൂയ സച്ചുവിനോട് ചോദിക്കുക, സച്ചുവിനത് കേൾക്കത്തില്ലേ? ഷിബിനെന്ത് സച്ചു? ചോദ്യമല്ലേ അത്?
സച്ചു അത് കേട്ടോ? കേട്ടോ? ചോദിക്കുന്നതിലും. അപ്പൊ ചോദിക്കുന്നത് എന്ത് ചെയ്യാം? കേൾക്കാം. നിനക്കുന്നതോ? ഇവിടെ ഇരിപ്പെങ്കിലും എന്നാക്ക നനയായിരിക്കും. പ്രധാനം കേട്ടോണ്ടാ ഇരിപ്പ് ഗോത്രം എന്തൊക്കെ നിലച്ചുകൊണ്ടായിരിക്കും. ചൂമലാ ഇരിപ്പ് എന്തെല്ലാം നിലച്ചുകൊണ്ടായിരിക്കും. ചോദിക്കുന്ന എന്ത് ചെയ്യാം? കേക്കാം. നിനക്കുന്നതോ? ആ നിനയ്ക്കുന്ന കാര്യം. അപ്പൊ അവിടെ എന്ത് എഴുതിയേ? ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യും. ആര് ചെയ്യും? ദൈവം ചെയ്യും. അപ്പൊ ചോദിക്കുന്നത് കേൾക്കാം, നിനയ്ക്കുന്നത് ഹല്ലേലൂയ അതിനും അത്യന്തപരമായി എന്ത് ചെയ്യും? ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് മാത്രമല്ല, ആരും കേൾക്കാതെ ഹൃദയത്തിൽ നിനയ്ക്കുന്നത്, ചിന്തകളിൽ നിനയ്ക്കുന്നത്, ദൈവസന്നിധിയിൽ എത്തിക്കുന്ന ഒരാത്മാവ്. രാമൻ പറഞ്ഞു, രാമൻ പറഞ്ഞു, ഒരാമൻ പറഞ്ഞു. നമ്മൾ നിനയ്ക്കുന്ന കാര്യങ്ങൾ പോലും എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ദൈവത്തിന്റെ കണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലുള്ള അനുഗ്രഹം കണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആത്മാവാകത്തുള്ളവൻ നിനയ്ക്കുന്ന ഏത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ദൈവത്തിന്റെ ആത്മാവ് അത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കൊടുക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്റെ പ്രാർത്ഥന മുറിയിൽ ഒരു ദൂത് പറഞ്ഞു, നിനക്ക് ചോദിക്കാൻ കഴിവില്ലേലും സാരമില്ല, ഹൃദയത്തിൽ നനച്ചുകൊണ്ട് ഇരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് എത്തിക്കേണ്ടത് എത്തിച്ചിട്ട് അത്യന്തപരമായി ദൈവം ചില വേണ്ടി ചെയ്യാൻ ഹൃദയത്തിന് നിനച്ചുകൊണ്ടല്ലേ നീ ചില കാര്യങ്ങൾ ഇരിക്കുന്നത്. ചില കാര്യങ്ങൾ നിനച്ചുകൊണ്ടല്ലേ നീ ഇവിടെ വന്നത്. ചില കാര്യങ്ങൾ നിനച്ചുകൊണ്ടല്ലേ നീ ഇരിക്കുന്നത്. ആത്മാവകത്തുള്ളവരോട് ഞാൻ പറയുന്നു, അകത്തുള്ളവനെ നീ കാണുന്നു. നിന്റെ നിലവുകളിൽ അകത്തുള്ളവൻ കാണുന്നു. ആരും കാണുന്നില്ലല്ലോ. അകത്തുള്ളവൻ കാണുന്നു. നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ആത്മാവിനോട് പറയും, നിന്റെ ചില നിലവുകൾ വെറുതെ ആകത്തില്ല. നിന്റെ ചില സ്വപ്നങ്ങൾ വെറുതെ ആകത്തില്ല. ഹല്ലേലൂയ. ആരോടും പറയാതെ നീ ഹൃദയത്തിൽ സ്വപ്നം കാണുന്ന ചില വിഷയങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഒരു നീ നിനയ്ക്കുന്നത് ചിലപ്പോ ഭാര്യയ്ക്ക് അറിയത്തില്ലായിരിക്കും. നീ നിനയ്ക്കുന്നത് ചിലപ്പോ ഭർത്താവിന് അറിയത്തില്ലായിരിക്കും. നീ നിനയ്ക്കുന്നത് ചിലപ്പോ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അങ്ങനെ ഞാൻ നിനയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അനീതിയുള്ള കാര്യങ്ങളല്ല, ദൈവത്തിന് നീതിയുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. ദൈവം അംഗീകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. അല്ലാതെ അവനെ എങ്ങനെയെങ്കിലും തകർക്കണം, അത് നിലച്ചോണ്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ ഈ ദൂതി കേട്ട വിടുതലൊന്നും കിട്ടത്തില്ല.
അതല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നോക്കുമ്പോ ന്യായമായത് അല്ല, നീ പ്രാർത്ഥിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് നോക്കുമ്പോ ന്യായമായതും നിനക്ക് ലഭിക്കപ്പെടേണ്ടതുമാണെങ്കിൽ, ഞാൻ അങ്ങനെയുള്ള ഹല്ലേലൂയ വ്യക്തികളോട് ദൂത് പറയുന്നത്, നീ ഭാരപ്പെടരുത്. നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും. നീ നിനയ്ക്കുന്നത് ദൈവം ചെയ്തു തരും. അല്ല, നീ നിനയ്ക്കുന്നത് പോലെ അല്ല, ആത്യന്തപരമായി. ഞാനതിനെ വിശ്വസിക്കുന്നു. ഞാനതിനെ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ ഞാനതിനെ സ്വീകരിക്കുന്നു. ദൈവാത്മാവിൻ ഞാനതിനെ സ്വീകരിക്കുന്നു. ദൈവ എത്ര പേരതിനെ സ്വീകരിക്കും? എത്ര പേരതിനെ സ്വീകരിക്കും? ഞാൻ ആത്മാവിനെ സ്വീകരിക്കുന്നു. കർത്താവേ, എന്റെ നിലവുകളെ അത്യന്തപരമായി ചില കാര്യത്തിന്റെ ദൈവം ശക്തമായി ചിലതെങ്കിലും വിഷയത്തിനകത്ത് നിലച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നീ റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം വായിച്ചേ. റോമർ 8:15 പെട്ടെന്ന്. റോമർ 8-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ട. ദാസത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. രാമേ പറഞ്ഞേ. പരിശുദ്ധ അകത്തുള്ള ഹല്ലേലൂയ ദൈവ പൈതൽ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ഒരു പുത്രത്തിന്റെ ആത്മാവിന്റെ പദവിയിലേക്ക് നമ്മളെ നയിക്കുന്നത്, നമ്മളെ എത്തിക്കുന്നത്, നമ്മളെ അതിനനുസരിച്ച് ജീവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. രാമേ പറയാമോ? എത്ര പേര് രാമേ പറയും? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് ഹല്ലേലൂയ തലങ്ങളിൽ നമ്മളെ. ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, നിന്റെ അകത്ത് ദൈവം പകർന്ന് തന്നിരിക്കുന്നത് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല. എന്ന് വെച്ചാൽ അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഹല്ലേലൂയ. നിന്റെ അകത്ത് ദൈവം പകർന്ന് തന്നിരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവാണ്. ഓ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ദാസത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് അപ്പോ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവ. എന്ന് വെച്ചാൽ ഒരപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ദൈവാത്മാവാണ്. എന്താ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞത്? ഒരു മനുഷ്യന് ഭയം വരുന്നത്
അവന്റെ കൊച്ചുപ്രായത്തിലല്ല. ഒരു മനുഷ്യന് ഭയം വരുന്നത് അവന്റെ പ്രായം കൂടുമ്പോഴാണ് ഭയം വരുന്നത്. സ്തോത്രം. അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം എന്തിനേലും കണ്ട് പേടിക്കുന്നതിനെ കുറിച്ചല്ല. ജീവിത ഭയമാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോ ഭയം വരും. നാളത്തെ ദിവസം എങ്ങനെ പോകും, നാളത്തെ ദിവസം എങ്ങനെ ചെയ്യും. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ല. മാതാപിതാക്കന്മാരുടെ തണലിൽ ജീവിക്കുന്ന ഒരു പൈതലിനോട് നാളത്തെ ദിവസത്തെ കുറിച്ച് നിനക്ക് ഭയം ഉണ്ടെന്ന് ചോദിച്ചാൽ അവൻ എന്താ പറയും? അവനൊരു ഭയമില്ല. നാളെ എന്താണ് പരിപാടി? നാളെ കളിക്കാൻ പോണം ഫുട്ബോൾ. സ്തോത്രം. നാളെ ഫുട്ബോൾ കളിക്കാൻ പോണം. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ഭയം എന്നാണെന്നറിയാമോ? നാളെ ജയിക്കുമോ തോക്കുമോ എന്നുള്ള ഭയം. അവൻ ആ ഭയമേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ അവന്റെ അപ്പനോട് ചോദിച്ചാൽ അവന്റെ അപ്പൻ പറയും, നാളത്തെ കാര്യം എങ്ങനെ മുൻപോട്ട്, നാളത്തെ ആവശ്യങ്ങൾ എങ്ങനെ ഹല്ലേലൂയ സാക്ഷാത്കരിക്കും, എങ്ങനെ ആ ആവശ്യങ്ങൾ മുഴുവനും എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്നൊരു വലിയ ജീവിത ഭയം ആ മനുഷ്യന് ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ കൊച്ചു പിള്ളേർക്ക് ഹല്ലേലൂയ മാതാപിതാക്കന്മാരുടെ തണലിൽ ജീവിക്കുന്ന മക്കൾക്ക് പലർക്കും എന്തില്ല? ഭയമില്ല. പക്ഷെങ്കിൽ വളരും തോറും ഹല്ലേലൂയ ഉത്തരവാദിത്വങ്ങളിൽ ഏറ്റെടുക്കുന്ന പലർക്കും എന്തുണ്ട്? ഭയം. സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പരിശുദ്ധയാത്മാവ് അകത്തുള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, സാഹചര്യങ്ങളെ നീ ഭയപ്പെടരുത്, ജീവിതാനുഭവങ്ങളെ നീ ഭയപ്പെടരുത്, ഒരു വിഷയത്തെ നീ ഭയപ്പെടരുത്. കാരണം പിതാവുമായിട്ട് നിന്നെ അടുപ്പിക്കുന്ന ഒരാത്മാവുണ്ട്. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. അബ്ബാ പിതാവേ. അബ്ബ എന്ന് പറഞ്ഞാൽ അരാമിക വേടാണ്, അരാമിക ഭാഷയാണ് അബ്ബ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഒരപ്പനെ വിളിക്കുന്ന പേരാണ് അബ്ബ എന്ന് വെച്ചാ. അല്ലെങ്കിൽ പണ്ടത്തെ കുഞ്ഞുങ്ങൾ വിളിക്കും അച്ഛാ. ഹിന്ദിയിലല്ല, മലയാളത്തിൽ അച്ഛാ എന്ന് വിളിക്കും അല്ലേ. ഇന്നത് കുറച്ച് പരിഷ്കരിച്ച് പപ്പ അല്ലേ, അത് കുറച്ചുകൂടെ പരിഷ്കരിച്ച് അടി അല്ലേ. ഇല്ലാത്തവല്ല ഞാൻ പറഞ്ഞു. അച്ഛൻ. ഇതിനിടയ്ക്ക് വേറെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോണം കേട്ടോ, എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. അച്ഛൻ, പപ്പ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ കിടക്കുന്നത്? ഡാഡി. ഡാഡിയാ കിടക്കുന്നത് അല്ലേ. സ്വത്രം. എന്താ കിടക്കുന്നത്? ഡാഡി എന്ന് വെച്ചാൽ എന്താ? ഒരു കുഞ്ഞിന് അപ്പനോടുള്ള ആ ബന്ധത്തെ എടുത്തു കാണിക്കുന്നതാണ് അതല്ലേ. ഒരാഴമേറിയ ബന്ധം അല്ലേ, ഒരാഴമേറിയ ഒരു ബന്ധം. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ ഒരപ്പനുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എനിക്കിതൊക്കെ പ്രസംഗിക്കുമ്പോഴും എനിക്കിതൊക്കെ പറയുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷം. എനിക്ക് സന്തോഷമാണ്. അല്ലേ, നിങ്ങൾക്ക് മുമ്പത്തെ ദൂത് കേട്ടപ്പോഴായിരിക്കും സന്തോഷം. ഏതാ? നിലയ്ക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വരുന്നുണ്ടല്ലോ. ഇത് കേട്ടപ്പോഴായിരിക്കും നിങ്ങൾക്ക് സന്തോഷം. പക്ഷെ എനിക്ക് അതിന്റെ സന്തോഷമാണിത്. അടുത്തത് പറയുമ്പോ എനിക്ക് അതിനേക്കാളും സന്തോഷമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പനും മകനുമായിട്ടുള്ള ബന്ധത്തിൽ പിതാവുമായിട്ട് നമ്മളെ നിലനിർത്തുന്ന ദൈവാത്മാവ്. ഒരാമൻ പറഞ്ഞു, ഒരാമൻ പറഞ്ഞു. ഇനി ഞാൻ അതിൽ നിന്നോണ്ടൊരു ദൂത് പറയാം. ഒരപ്പനുള്ള ഒരു കുഞ്ഞിന് ഭയമില്ല. ഉണ്ടോ? ഒരപ്പനുള്ള കുഞ്ഞിന് ഭയമില്ല. ഇന്നത്തെ വാർത്തകൾ വെച്ച് നല്ല ഭയമുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പൊതുവായി എന്ന് പറയുക, ഹല്ലേലൂയ, ഒരു നല്ല അപ്പനും നല്ല മോനുമാണെങ്കിൽ സ്തോത്രം, ഒരപ്പനുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ധൈര്യം അല്ലേ. ഒരാവശ്യം വന്നാൽ, ഒരു വിഷയം വന്നാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്ക് എന്റെ അപ്പനുണ്ടല്ലോ എന്നൊരു ധൈര്യമാണ്. അതുകൊണ്ട് പൗലോസ്, നിങ്ങൾ ഭയപ്പെടരുത്. ഒരപ്പനും മക്കളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരാത്മാവ് നിങ്ങളെ അകത്തുണ്ട്. അതാ ഭയപ്പെടുന്നത്. സ്തോത്രം.
ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത്, സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, ഏത് വിഷയവുമായിക്കൊള്ളട്ടെ, ഭയം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ ആത്മാവ് പറയുന്നു, നീ ഭയപ്പെടരുത്. നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരാത്മ നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ആ അപ്പനുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധം. മനസ്സിലായോ? മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം പിടികിട്ടിയോ? അപ്പനുമായിട്ടുള്ള, പിതാവുമായിട്ടുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കാൻ, ബന്ധത്തെ നിലനിർത്താൻ, അപ്പ പിതാവേ എന്നുള്ള ധൈര്യത്തിന്റെ, പുത്രത്വത്തിന്റെ ആത്മാവിനെ സ്തോത്രം, സ്തോത്രം. പല ജീവിത സാഹചര്യങ്ങൾ അതിലെ തിരമാല പോലെ പൊങ്ങി വയ്ക്കുമ്പോൾ പല ദൈവമക്കളും ഭയപ്പെടാത്തതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പല പ്രിയപ്പെട്ടവരും ഭയപ്പെടാത്തതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്കറിയാം, അപ്പനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരാത്മാവാണ് എന്റെ അകത്ത് വസിക്കുന്നത്. അപ്പനുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരാത്മാവാണ് എന്റെ അകത്ത് വസിക്കുന്നത്. ആ ആത്മാവുള്ള എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ അപ്പനുമായിട്ട് അകലത്തില്ല. ഒരു അടിമത്വത്തിന്റെ ചങ്ങലകളിലും കിടക്കേണ്ട ഒരാത്മാവല്ല, മറിച്ച് സ്വാതന്ത്ര്യം നൽകി തന്നിരിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവത്രേ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോ നമ്മളെ പിതാവിലേക്ക് അടുപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പിതാവുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തുന്ന ആത്മാവാണ്. നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന ആത്മാവാണ്. മൂന്നാമത്തെ കാര്യമാണ്, എനിക്കൊന്നുകൂടെ സന്തോഷം, 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. റോമർ 8:23. അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. റോമർ 8:23. ആത്മാവെന്ന ആദ്യജാതൻ. വായിക്ക്, ആദ്യം വായിച്ചു. ആത്മാവെന്ന നമ്മുടെ ശരീരത്തിലെ കാത്തുകൊണ്ട് ഉള്ളിൽ എഴുതിയിരിക്കുന്നു. വായിച്ചോ. റോമർ 8:23 പോലെ വായിച്ചോ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ കാത്തുകൊണ്ട് ഉള്ളിൽ എന്ത് ചെയ്യാ? ഞരങ്ങുന്നു. അടുത്ത പ്രത്യാശയോടല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ മതി. ഇനിയും വായിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം എനിക്ക് തന്ന ദൂതൂടെ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ആ രീതിയിലാ വായിച്ചൊപ്പിച്ചു വെക്കുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പിനുള്ള ഉറപ്പിനെ വരുത്തിയിരിക്കുന്നത്, ഉറപ്പ് വരുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതിന് വിശുദ്ധ ബൈബിളിൽ ഒരു പേരുണ്ട്, അച്ചാരം എന്നൊരു പേരുണ്ട് വിശുദ്ധ ബൈബിൾ. സ്തോത്രം. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിൽ 8:20 ഒന്ന് വായിച്ച്. 8:20 അവിടെ അതൊന്നും എഴുതിയിരിക്കുന്നു. 8:20 സൃഷ്ടി ദ്രവത്വത്തിന്റെ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ
മതി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം എന്ന് വെച്ചാൽ നശ്വരമായ ഈ ലോകത്ത് നിന്ന് ഹല്ലേലൂയ രോഗവും കഷ്ടതയും ബുദ്ധിമുട്ടും ഭാരവും അനുഭവിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് അതിന് അമർത്യമായ ഒരു ശരീരം നമുക്ക് ലഭിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളെ ചേഞ്ച് ചെയ്യത്തക്കവണ്ണം അച്ചാരം ഇട്ട് വെച്ചിരിക്കുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവില. മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഹല്ലേലൂയ അതിന് മോതിരം അണിയിച്ചിരിക്കുന്നു, അല്ലെ? വിവാഹ നിശ്ചയം കഴിഞ്ഞു മോതിരം അണിയിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. മറ്റൊരിടത്ത് പറയുന്നതാണ് അച്ചാരം. ഇതെല്ലാം പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ടാണ്. ഇതെല്ലാം പറയുന്നത് ദൈവാത്മാവിനെ കുറിച്ച്, അല്ലാതെ നാളെ പോയി മോതിരം മേടിച്ചിടാനല്ല. സ്തോത്രം. അതിന്റെ ആത്മീയ മർമ്മം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ നിങ്ങൾ ഇപ്പോൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ഈ കഷ്ടതകളും ഈ പ്രയാസങ്ങളും ഈ ഭാരങ്ങളും ഒന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഈ ശരീരമല്ലാതെ മറ്റൊരു ശരീരത്തിന് വേണ്ടി അച്ചാരം ചെയ്തു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മുഴുവൻ അച്ചാരം ചെയ്ത് വെച്ചിരിക്കുക. ആ അച്ചാരം എന്ന് പറയുന്നതിന്റെ മർമ്മം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പൊ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ആരിലൂടെ നടക്കുന്നത്? പരിശുദ്ധാത്മാവിനാണ്. അന്യായ ഭാഷയും പറഞ്ഞുകൊണ്ട് നടക്കാതെ അന്യഭാഷ പറഞ്ഞ ആത്മാവിനെ പ്രാപിച്ച് മര്യാദയ്ക്ക് ജീവിച്ചോണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിനെ ഉയർപ്പിച്ച, എവിടെ നിന്ന് ഉയർപ്പിച്ച? മരണത്തിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിലും വസിച്ച നിങ്ങളെയും മരണത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഉയർപ്പിക്കും. ഒരാമേൻ പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഒരു അച്ചാരമായി. എന്താ അച്ചാരം എന്ന് പറഞ്ഞു? അച്ചാരം എന്ന് പറഞ്ഞെന്താ? സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹല്ലേലൂയ ഒരു മുഴുവൻ തുക ഇപ്പൊ ഒരാവശ്യത്തിന് ഇത്ര രൂപയാകുമെന്ന് പറഞ്ഞു, ഇത്ര രൂപയാകും എന്ന് പറഞ്ഞു. ആ ആവശ്യത്തിന് ഹല്ലേലൂയ സ്തോത്രം ആ മുഴുവൻ തുക കൊടുക്കുന്നതിന് മുമ്പ് അവര് പറയാം അഡ്വാൻസ്. ഒന്നുകൂടെ ഞാൻ കയറി പറയാം. സ്തോത്രം. ഞങ്ങള് കടയാറിലേക്ക് മാറിയപ്പോ തടിയൂരിലേക്ക് ഞങ്ങൾ മാറിയ സമയത്ത് ഹല്ലേലൂയ അവര് പറഞ്ഞു, ഞങ്ങൾ താമസിച്ചൊന്നും തുടങ്ങില്ല, പക്ഷെ അവര് പറഞ്ഞു ഹല്ലേലൂയ ഒരു അഡ്വാൻസ് ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം 2 മാസത്തെ റെന്റ് തരണം. അപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്ന സമയത്തിനകത്ത് ഇത്രയും രൂപയാകുമെന്ന് ഞങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. സ്തോത്രം. പക്ഷെ താമസിക്കുന്നതിന് മുമ്പേ അവര് പറഞ്ഞു 2 മാസത്തെ റെന്റ് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തരണം. കാര്യം എന്നാ? ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നെ പഠിപ്പിച്ച എന്റെ ടീച്ചറിന്റെ വീടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് അവരെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ മുഴുവൻ തുക നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മുഴുവൻ തുക നമുക്ക് ലഭിക്കപ്പെടും എന്ന് ഉള്ള ഒരു ഉറപ്പ് അതിനകത്തുണ്ട്. അഡ്വാൻസ് കൊടുക്കുക അത് ഒരു മുഴുവൻ തുക കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? അതിനെ ഉറപ്പിക്കുന്ന, എന്ന് വെച്ചാൽ മുഴുവൻ തുക കിട്ടും എന്ന് ഉറപ്പിക്കുന്നതിന് ഹല്ലേലൂയ അതിനു വേണ്ടി ചെയ്യുന്നതാണ് അഡ്വാൻസ് കൊടുക്കുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അഡ്വാൻസ് കൊടുക്കുക. അപ്പൊ അഡ്വാൻസ് കൊടുക്കുന്നവനും ഹല്ലേലൂയ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ബാക്കി എന്ത് ചെയ്യണം? കൊടുക്കണം. അഡ്വാൻസ് മേടിച്ചാക്കും ഒരു ഉറപ്പുണ്ട്, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട്, ബാക്കി എന്ത് ചെയ്യും? അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്, ബാക്കി എന്ത് ചെയ്യും? ഉറപ്പായിട്ടും. ഇതിനെയാണ് അച്ചാരം എന്ന് പറയുന്നത്. അഡ്വാൻസ് പേയ്മെന്റ്, അതിനെയാണ് അച്ചാരം എന്ന് പറയുന്നത്. എന്താ ആ വാക്ക് പൗലോസ് ഉപയോഗിച്ചത്? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് നമുക്ക് തന്നു എന്ന് വെച്ചാൽ അഡ്വാൻസ് തുകയായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നു. കർത്താവ് ദൈവം വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായി എപ്പോഴാ കിട്ടുന്നത്? പരിശുദ്ധാത്മാവ് അച്ചാരമായി നമ്മളിലേക്ക് തന്ന് ദൈവം അതിനെ വെച്ചിരിക്കുക. ഇതിനെ പൂർണ്ണമായിട്ട് എപ്പോഴാ കിട്ടുന്നത്? അതാവും അവിടെ എഴുതിയിരിക്കുന്ന ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നാളിൽ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നാളിൽ ഇത് കംപ്ലീറ്റ് ആവും. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്?
പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? കരമുയർത്തി ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അഡ്വാൻസ് തുക ഇപ്പൊ ഒരാൾ മേടിച്ചു. അയാളെ മേടിച്ചിട്ട് ഹല്ലേലൂയ അതെടുത്ത് പ്രൈസ് ദി ലോർഡ് അലമാരിക്കകത്ത് അടച്ചു കൂട്ടി വെക്കുകയല്ല. അദ്ദേഹം എന്ത് ചെയ്യും? അത് വിനിയോഗിക്കും. ഇല്ലേ? വിനിയോഗിക്കത്തില്ലേ? അദ്ദേഹം വിനിയോഗിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നു, നമ്മൾ ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പൗലോസ് ആ വാക്ക് എഴുതിയത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അത് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് അലമാരിക്കകത്ത് വെച്ച് അടച്ചു കൂട്ടി വെക്കാനല്ല. മോനെ ഇത് തുടരുത്, അഡ്വാൻസ് തുകയെ ഇത് തുടരുത്, അല്ലെങ്കിൽ അവര് നമുക്ക് അഡ്വാൻസ് തുകയായിട്ട് തന്നെ ഇത് തൊടുകയോ ചെയ്യരുതെന്ന് പറഞ്ഞ് അലമാരിക്കകത്ത് എടുത്ത് കൂട്ടി വെക്കുവോ? ഇല്ല. ആ അഡ്വാൻസ് തുക നമ്മൾ ഉപയോഗിക്കും. പ്രൈസ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ അകത്ത് തന്നത് അലമാരിക്കകത്ത് വെച്ച് കൂട്ടി വെക്കാനല്ല, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഉപയോഗപ്പെടുത്തമേ. ദൈവാത്മാവ് നിന്റെ അകത്ത് ദൈവമാക്കി വെച്ചിട്ടുണ്ടെന്ന് നീ ഉപയോഗപ്പെടുത്തണം. കാര്യം ഇതൊരു ഉറപ്പിന് ദൈവം ആക്കി വെച്ചിരിക്കുക. എന്നാൽ അല്ലെ ഇതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. ഈ എഗ്രിമെന്റ് പൂർണ്ണമായി, ഈ വെച്ചിരിക്കുന്ന എഗ്രിമെന്റ് അതിന്റെ പൂർണ്ണ സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓ കൃപ കൃപ കൃപ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. ഈ ഹല്ലേലൂയ വെച്ചിരിക്കുന്ന ഈ എഗ്രിമെന്റ് അതതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന സുദിനം അടുത്തുകൊണ്ടിരിക്കുന്നു. ലോക സംഭവങ്ങൾ അവിടുത്തെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഒന്നുകൂടെ എടുത്തു പറഞ്ഞ വചനപ്രകാരം എടുത്തു പറഞ്ഞാൽ ശരീരത്തിന്റെ നമ്മുടെ ഈ മധ്യമായ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ സമയം അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. ഓ പ്രത്യാശയുള്ളവർ ആമേൻ പറയണം. പ്രത്യാശയുള്ളവർ ആമേൻ പറയണം. പ്രത്യാശയുള്ളവർ ആമേൻ പറയണം. പ്രത്യാശയുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അച്ചാരമായി ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഒരു അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് പോലെ, ഒരു അച്ചാരം നൽകിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ അവിടെ കൊണ്ടത് തീരുന്നില്ല. ഇതിനെ സാക്ഷാത്കരിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അതിനെ പൂർത്തീകരിക്കുന്ന ഒരു നേരമുണ്ട്. ആ നേരം അടുത്തിരിക്കുന്നു. കാഹളം ധരിക്കാൻ സമയമായി. ലോക സംഗമങ്ങൾ പ്രിയന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ നീ ഹല്ലേലൂയ അലസത കാണിക്കരുത്. നീ മടി പിടിച്ചിരിക്കരുത്. ഉത്സാഹത്തോടെ ആർജവത്തോടെ നീ ദൈവത്തിന് വേണ്ടി ഉന്നതങ്ങൾ എഴുന്നേൽപ്പ് ആത്മാവിന്റെ നിറവിൽ ദൈവത്തിന്റെ എല്ലാ കണ്ണുകളും ചെറിയവരെ പ്രാർത്ഥിച്ച് എല്ലാവരും അല്പ നിമിഷം പ്രാർത്ഥിച്ച് കാഹളം ധരിക്കാൻ സമയമായി. കാഹളം ധരിക്കാൻ സമയമായി. ലോക സംഭവങ്ങൾ എന്റെ പ്രാണപ്രിയന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അലസതയോടെ ഇരിക്കരുത്, മഴ കാണിച്ചിരിക്കരുത്, ഉത്സാഹത്തോടെ ഇരിക്കരുത്. ജീവിത വിശ്വസിച്ച് നഷ്ടപ്പെടുത്തി കളയരുത്. അതിന്റെ വിശ്വാസത നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് മകൾ ദൈവസന്നിധി തീരുമാനമെടുത്ത് ക്രമപ്പെടേണ്ട മേഖലകൾ ക്രമപ്പെടുത്ത് ദൈവത്തോട് അടുത്തു വന്ന് പ്രാർത്ഥിക്കാൻ. എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി, എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി, എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി അതിനെ പറയുന്നു. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ എന്തിനാ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞത്? അല്ല, വീണ്ടെടുപ്പുതായി നിങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പുതായി നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഒരു നിമിഷം കണ്ടുകൾ എല്ലാവരും അടച്ച് ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച്. പരിശുദ്ധ ആത്മാവ്, അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ്, അകത്തുള്ള ദൈവത്തിന്റെ ജനത്തോട് പറയുന്ന ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞരക്കങ്ങളെ, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വരുന്ന ബലഹീനതകളെ, നിങ്ങളുടെ പ്രാർത്ഥന അന്യാധീനപ്പെട്ടു പോകത്തില്ല. അത് എത്തിക്കേണ്ടവന്റെ അടുത്ത് എത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതിനായി നിങ്ങൾക്ക് അവൻ തുണ നിൽക്കുന്നു. അതിനായി അവൻ നിങ്ങൾക്ക് തുണ നിൽക്കുന്നു. അതിനായി അവൻ നിങ്ങൾക്ക് തുണ നിൽക്കുന്നു.
നിങ്ങളുടെ പ്രാർത്ഥന ഹല്ലേലൂയ എത്തേണ്ടിടത്ത് എത്താതിരിക്കത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥന എത്തേണ്ടിടത്ത് എത്താതിരിക്കത്തില്ല. ഇന്നൊരു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു. നിങ്ങളുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുടെ ആത്മാവകത്തുള്ളവരോട് ഞാൻ പറയാം, നിന്റെ നിലവുകളെ പോലും എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഈ ദൈവാത്മാവ് സന്നദ്ധമായി നിൽക്കുക. നിന്റെ നിലവുകൾ പോലും എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഈ പരിശുദ്ധാത്മാവ് സന്നദ്ധനായി നിൽക്കുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് പരിശുദ്ധാത്മാവ് അകത്തൊന്നിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ നിന്റെ മേൽ പകർന്നിരിക്കുന്നത് പുത്രത്വത്തിന്റെ പദവിയാണ്. ഒരു ബന്ധത്തെ ആത്മാവാണ് നിന്റെ അകത്ത് വസിക്കുന്നത് എന്ന് വെച്ചാൽ നിന്റെ ഉത്തരവാദിത്വത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരപ്പൻ നിനക്കൊണ്ടെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരുന്ന, ഭയപ്പെടാതെ മുൻപോട്ട് പോകാൻ നിന്നെ സഹായിക്കുന്ന ധൈര്യത്തിന്റെ ആത്മാവിനെയാണ്, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നിന്റെ അകത്ത് പകർന്നിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞു, ഹല്ലേലൂയ, ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. ഈ ശരീരത്തിൽ എന്തെല്ലാം രോഗം വന്നാലും എന്തെല്ലാം പ്രശ്നം വന്നാലും എനിക്കത് വിഷയമല്ല. അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, ത്വക്ക് നശിക്കട്ടെ, എന്റെ ശരീരം മൊത്തം പോകട്ടെ, എന്റെ മാംസങ്ങൾ ശരിയാണ്, ഹല്ലേലൂയ, ഓട്ട് കഷണം കൊണ്ട് ചേരണ്ടി ഗുരുവിനെ പുറത്തെടുക്കുന്ന ചൊറിയുന്ന അവസ്ഥയാണ് എന്റേത്. പക്ഷെങ്കിൽ ഹല്ലേലൂയ, എനിക്കതൊന്നും വിഷയമല്ല. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുന്ന ഒരു സുദിനമുണ്ട്. എന്റെ ഈ ശരീരം കൊണ്ടല്ല, എന്റെ ഈ ശരീരം കൊണ്ടല്ല, എന്റെ ഈ ശരീരം കൊണ്ടല്ല, എന്റെ ഈ അവസ്ഥയാലല്ല, ഹല്ലേലൂയ, ഇതിൽ കടന്ന് കവിഞ്ഞ് എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുന്ന ഒരു സുദിനമുണ്ട്. ഈ ശരീരം കാരണം ഈ ശരീരം എങ്ങനെ പോയാലും ഞങ്ങൾക്കത് വിഷയമല്ല. ഈ ശരീരത്തെ അടിച്ചാൽ, ഈ ശരീരത്തെ ഉപദ്രവിച്ചാൽ, ഈ ശരീരം അല്ലെങ്കിൽ ചീഞ്ഞാൽ, ഈ ശരീരം മാറിയാൽ, ഈ ശരീരത്തിൽ എന്തെല്ലാം ഭവിച്ചാലും ഞങ്ങൾക്ക് വിഷയമല്ല. കാരണം ഈ ശരീരത്തെ വീണ്ടെടുത്ത് മർത്യമായ ശരീരത്തെ ഹല്ലേലൂയ, താഴ്ന്ന ശരീരത്തെ ഉയർത്തും. ഒരാമേ പറഞ്ഞേ. ഇത് താഴോട്ട് പോകേണ്ട ശരീരമാണെങ്കിൽ അകത്ത് ഞാൻ പ്രാപിച്ചൊരാത്മാവുണ്ട്. വീണ്ടെടുപ്പ് നാളിൽ ഈ ശരീരം താഴോട്ട് പോകും. പക്ഷെങ്കിൽ അവിടെ നിന്നൊരു ശരീരം ഉയരത്തിലേക്ക് കയറും. താഴോട്ടൊന്നും ഭാരപ്പെടുന്നില്ല, അതിനെ ടെൻഷനില്ല. ഇത് താഴോട്ട് പോയാലും മേലോട്ട് ഉയരുന്നൊരു ശരീരം. ആ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാ ഘടകങ്ങളും നടക്കും. പരിശുദ്ധാത്മാവാകത്തുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക, സമർപ്പിച്ചു കൊടുത്ത് നീ ഈ പ്രാപിച്ചത് നഷ്ടമല്ല കുഞ്ഞേ, ഇത് നഷ്ടമല്ല. നീ പ്രാപിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച ഒരു നിമിഷം, പ്രാർത്ഥിച്ച് അടലാ മനക റെക്കോർഡിംഗ് ഓഫ് ചെയ്തോ. യേശുവിൻ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് ശക്തമായി പ്രാർത്ഥിച്ച് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച് ശമന ഹദര ഉദാരമാ റകൽഖന ദിയാരക ശംദുര ജഗൽഖമന ഗഡഗശസി. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച് കർത്താവേ, അവിടുത്തെ വരവിനായി യെസ് അടലമാ റഗദന ഹദുരിജി ജഗലഗ ശഗനവേദി ഗമനഗട ഹംദര ജഗൽ ഖമനഗടക ശസിയ. യേശുവിന്റെ നാമത്തിൽ
കർത്താവിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക. പരിശുദ്ധാത്മാവിൽ നീ വിശ്വസിക്കുക. നീ ആത്മാവിൽ പ്രാപിച്ച ദൈവവചനമേ, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ മരിച്ചെങ്കിൽ എന്റെ ശരീരത്തെ വീണ്ടെടുക്കാൻ ഈ ദൈവാത്മാവിന് കഴിയും. ഇല്ല, കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ അകത്തുള്ള ആത്മാവ്, എന്റെ അകത്തുള്ള ദൈവാത്മാവ് ആ സെക്കൻഡിൽ തന്നെ എനിക്കൊരു രൂപാന്തരം വരുത്തും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അവചനത്തിന് ജീവിതത്തിൽ എവിടെങ്കിലും വിശുദ്ധ അനുഭവം നഷ്ടപ്പെട്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, കർത്താവേ, എന്നെ കഴുകണമേ, അവിടുത്തെ വരവിനായി എന്നെ ഒരുക്കണമേ, എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി അവിടുത്തെ ആത്മാവിനെ എന്റെ അകത്തു പകർന്നു തന്ന ദൈവ സ്നേഹത്തിനായി ഞാൻ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അർഹതയില്ലാത്ത സ്ഥാനം തന്നെ സ്നേഹിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാവേ, ഞാൻ അങ്ങക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാൻ, പ്രേമകാന്തനെ കാണാൻ. സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാൻ, പ്രേമകാന്തനെ കാണാൻ. കൊണ്ടുമാരി ചവനോടുപാടും നാട്ടിൽ കഷ്ട സഹിച്ചവനും